ഹേ ഹലോ ഗൈസ്, നമ്മൾ ലെറ്റ്സ് നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഫുഡ് ഫാം സെറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഒരു പിഗിനും കൗനും ഷീപ്പിനും ഒക്കെ ആയിട്ട് ഒരു ഫുഡ് ഫാം സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്യാന്നുള്ളതും പിന്നെ പറ്റുകയാണെങ്കിൽ ഡയമണ്ട്സ് കണ്ടുപിടിക്കുക എന്നുള്ളതുമാണ്. ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഒബ്ജക്റ്റീവ് മൈനിങ് ഏരിയ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. Hey, what's up guys? It's me Nishan and you're watching Nishan Plays. അപ്പോൾ ഗൈസ് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ അടിയിലേക്ക് മൈനിങ് ഏരിയ പോയിക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു എൻട്രൻസിന്റെ ഭാഗം മാർക്ക് ചെയ്തിടാം. എൻട്രൻസ് ഉണ്ടായിക്കോട്ടെ ഗൈസ്. ഓക്കെ, നമുക്ക് അത്ര വേണോ? വേണ്ട, ഒരു 4 ബ്ലോക്സ് മതി. അതായിരിക്കും ഒന്നുകൂടി വൃത്തി. പിന്നെ പണി കുറവായിരിക്കും. നമുക്ക് അടിയിലേക്ക് ചോദിച്ചറിഞ്ഞു. 71 നമ്മൾ അത്യാവശ്യം ടൈം എടുക്കും. ഞാനിത് കുഴിക്കണേൽ മിനിറ്റ്സ് കണ്ടിട്ടോ. നിങ്ങൾ 1 വരെ കുഴിച്ചെത്തിയിട്ടുണ്ട്. അപ്പോ അത് കഴിഞ്ഞ് നമ്മളെ 2 ആംപ്ലിഫിക്കേഷൻ കിട്ടി. സ്റ്റോൺ പിക്കാക്സ് ആണ് കുഴിച്ചത്. ബീഫിലേക്ക് സ്റ്റോൺ പിക്കാക്സ് വെച്ച് കുഴിക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ അടുത്തൊന്നും ആവില്ല. അതുകൊണ്ട് നമ്മൾ അന്ന് കേവ് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. ചിലപ്പോൾ നമുക്ക് ഡയമണ്ട്സ് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു. ഒരു വലിയ കേവ് ആയിരുന്നു. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇതേ കഴിച്ച് നമ്മൾ ആ കേവിലെത്തിയിട്ട് നല്ല ഇറങ്ങാൻ പോകുന്നു. മരണമായിരിക്കും, കാരണം ഇതിൽ ഫുള്ള് മോക്കായിരിക്കും. നമ്മളിത് ലൈറ്റ് ചെയ്തിട്ടുണ്ടോ? അത്ര വലിയ മാസീവ് കേവാണ്. അത് കാണുന്നവർക്ക് ലൈറ്റ് ചെയ്യാം. ഫസ്റ്റ് ടൈം ഒരു അയൺ ഒരു സ്പൈഡർ നമ്മുടെ അടുത്ത് വരുന്നില്ല. ഭാഗത്ത് നല്ല ലൈറ്റ് ചെയ്ത് മുന്നായിരുന്നു. പൊട്ടനാണ് തിരിഞ്ഞിക്കാം. എല്ലാവരുടെ അടുത്തേക്ക് പോവാ. ഇവിടെ ലൈറ്റ് ചെയ്യാം ഗൈസ്. നമുക്ക് ലൈറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വുഡൊക്കെ പ്ലാങ്ക്സ് ആക്കാം. ഉള്ള കോളൊക്കെ നമുക്ക് ടോർച്ച് ആക്കാം. നമുക്ക് സ്പോൺ പ്രൂഫ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം സ്പോൺ എത്തിക്കാറുണ്ട്. അതുപോലെ ഹങ്കർ ബാർ ഫുള്ളാക്കുക, എന്നിട്ട് കിട്ടുന്നത്ര അയണൊക്കെ എടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള അയൺ നമുക്ക് പെട്ടെന്ന് തന്നെ ഗെയിമിൽ എസ്കേപ്പ് ചെയ്യണം ഗൈസ്. ഒന്നും പാടെ ഗിയർ അപ്പ് ആയിട്ട് ഗെയിമിലേക്ക് വരാം. ഓ, ആ കുട്ടി സോംബി കുട്ടി സോംബിക്ക് അങ്ങനെ ഒടുക്കത്തെ ഡാമേജും. അച്ഛന്റെ പേര് അയ്യോ, ഇത് മോസിനെ കൂടി വരുന്നത്.
ഇവിടെ ഉള്ളത് എത്ര പെട്ടെന്ന് എത്ര എസ്കേപ്പ് നമുക്ക് 2-3 കോഴികൾ കളിക്കാം. പിന്നെ നമുക്ക് വേഗം മുകളിലേക്ക് കയറും. ഈ ഭാഗത്ത് ഞാൻ കാര്യമായിട്ട് മോബ്സ് ഒന്നുമല്ല. ഇവിടെ അയാണ് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. മുകളിലേക്ക് കയറി വെക്കാം. ഇവിടെ ഇനി കാര്യമായിട്ട് വരുന്നുണ്ട്. ഒരു ക്രീപ്പർ നിൽക്കുന്നുണ്ട്. ഈ ഭാഗത്ത് സ്പൈഡറൊക്കെ നിൽക്കുന്നുണ്ട്. ഓ സ്കെൽട്ടൻ. അപ്പൊ ഈ ഭാഗത്ത് ഇങ്ങനെ പോയപ്പോഴാണ് ഗോൾഡൻ ആംഗിൾ ഉണ്ട്. നമുക്ക് മെല്ലെ ഇത് എടുക്കും. ഓക്കെ, എത്രയായി? 15 ഇത്തരം മാറ്റം തരും. ആ കോഴി ഫുള്ള് കുഴിച്ച് തീർക്കാൻ എവിടെയെങ്കിലും പോയി നോക്കിയോ. സ്കെൽറ്റൻ നിൽക്കുന്നുണ്ട്. അത്ര സേഫല്ല. നമുക്ക് ഇവിടെ പറ്റാത്ര ലൈറ്റ് ചെയ്യാൻ കഴിയും. Okay. ഫുഡ് നമുക്ക് നൈസായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വിടാം. അപ്പൊ ഇനി വീട്ടിലെത്തിയ അപ്പൊ ഇതാണ് കേസ് നമ്മളിത് പോയ കേവിന്റെ എൻട്രൻസ്. ഇതാണ് നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരു വില്ലേജ്. നമ്മളെ വീട് ഈ മലയുടെ തൊട്ടപ്പുറത്താണ്. അപ്പൊ ഞാൻ ഇവിടെ എത്തിയിട്ട് സ്മെൽറ്റ് ചെയ്തിട്ട് ആ മൈനിങ് ഏരിയ കൊഴിക്കണതിന്റെ ഒരു ടെൻഡർ കാണും. നമ്മള് മൈനിങ് ഡയമണ്ട് നമ്മുടെ ഗെയിമിന്റെ ഫസ്റ്റ് ഡയമണ്ട് ഇതാണ്ട് ഇരിക്കുന്നത് എത്ര ഉണ്ട്. ഫസ്റ്റ് ഡയമണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലെത്തിയതിനു ശേഷം കാണാം. ഇനി ഏതെങ്കിലും ഡയമണ്ട് സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കാണിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മള് വൈ ലെവൽ -59 എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ഡയമണ്ട് കിട്ടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഗൈസ് ഞാൻ രണ്ടാമത്തെ പിക്കാക്സും തീരാനായി വീട് നിർത്താൻ നിൽക്കുകയാണ്. അപ്പൊ നമുക്കൊരു ഡയമണ്ടിന്റെ വെയിന് കണ്ടിട്ടുണ്ട്. 2, 3, 4,
5 അപ്പൊ നമുക്ക് ഈ വരുന്ന ഒരു 6 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇല്ലാന്നാണെങ്കിൽ വിശ്വാസം. അപ്പോ ഈ പിക്കാക്സ് പൊട്ടുന്നതിന് നമുക്ക് ഒന്നുകൂടി കഴിച്ചു നോക്കാം, അതിനുശേഷം കാണാം. അപ്പൊ ലാസ്റ്റ് പിക്കാക്സും കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും നമ്മൾ കുഴിച്ചു വന്നു. കുറെ റെഡ് സ്റ്റോൺ ആണ്, നമ്മൾ ഒന്നും എടുത്തിട്ടില്ല, നമ്മൾ ഓൺലി ഡയമണ്ട്സ്. റെഡ് സ്റ്റോൺ ഇനി ആവശ്യം വരികയാണെങ്കിൽ അടിയിലിട്ട് ഒന്ന് എടുക്കാം. അപ്പോ ഇത്രത്തോളം നമ്മൾ കുഴിച്ചു ചേർത്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ നമ്മളിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയില് അടുത്ത വീഡിയോ ആയിട്ട് നല്ലൊരു കണ്ടന്റ് ആയിട്ട് തിരിച്ചു വരാം. അപ്പൊ ഇഷ്ടപ്പെട്ട ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. അപ്പോ നാളെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.